ഞാൻ ഇപ്പൊ ഉള്ളത് നമ്മളെ കെറാത്തിയിലാണ്. കെറാത്തിയില് നമ്മുടെ പള്ളീന്റെ അടുത്തുള്ള ഈ ഒരു മരം ഓർമ്മകളിലേക്ക് പോവാണ് കേസ്. എത്ര കൊല്ലത്തെ പഴക്കണ്ട് ഈ മരത്തിന്? 53 കൊല്ലത്തെ. നിങ്ങൾ വരുന്നതിനോ? ഖാലിദ്. ഈ മരം വെക്കുമ്പോ നിങ്ങൾ ഇവിടെ ഉണ്ട്? നമ്മളിലുണ്ട്. നമ്മള് ചങ്ങായിമാർ തന്നെ വെച്ച് ബേണ്ടടുത്ത് സുരേന്ദ്രന് വെച്ച് രവിന്റെ അനിയൻ. എത്ര? 1970? 1971 വെച്ച മരാണ് കേട്ടത്. ഇത് മുറിക്കുമ്പോ നിങ്ങളുടെ മുഖത്തെല്ലാം വിഷമം കാണുന്നുണ്ട് അല്ലേ? എന്താ ചെയ്യാ, രക്ഷയില്ലല്ലേ? വിചാരിച്ചിട്ടാണ് അപകടം ഉണ്ടാവും ചില സമയം. ഇങ്ങനെ പാറാല് മുതൽ ഇവിടം വരെയുള്ള മരം ഗുരുദേവന്റെ മുമ്പിലുള്ള മരം വീണു, പാറാലിലെ കൊണ്ടുപോട്ടി അപകടം. വേറൊരു കാര്യം ഉണ്ടല്ലോ, ഈ മരം ഇന്നത്തെ തീയതി വരെ ഇവിടെ ഒരാൾക്ക് ഒരു അപകടം ഉണ്ടാക്കി പറയാൻ പറ്റുമോ? പക്ഷെ മൂപ്പരുടെ മുഖത്ത് ഒരുപാട് വിഷമം. ആ മരം നോക്കി നിൽക്കാന്ന് മൂപ്പര്. കാരണം ഒരു രക്ഷയില്ല, മുറിക്കാതെ നിവൃത്തിയില്ല. ജിതേഷ് ഇനി ഫുൾ പിക്ചറിൽ വന്നു കേട്ടാ. അപ്പൊ ജിതേഷാണ് ഗൈസ് നമ്മളെ മരം മുറിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇത് ഓർമ്മകളിലേക്ക് പോവാണ്. ഏകദേശം 50 കൊല്ലം. 1971 മുതല് പള്ളീന്റെ മേലാ. വെള്ളിയാഴ്ച എല്ലാം ജുമാക്ക് ആളായിരിക്കും. പക്ഷെ മേലെ ഈ മരം ഉള്ളതുകൊണ്ട് നല്ല തണുപ്പായിരിക്കും അല്ലെ? അത് ഈ മരം കൊണ്ടുള്ള ഗുണമാണല്ലേ? മരം കൊണ്ട് അല്ലെങ്കിലും ഗുണം തന്നെയല്ലേ? ഈ ഷോപ്പിൽ ഇരിക്കുന്ന ഇരിക്കുമ്പോ നല്ലൊരു കടയിലായാലും നല്ല ഇനിയിപ്പോ വെയില്, ഈ മഴക്കാലം ഒക്കെ വെയില് സമയത്ത് ഭയങ്കര ഒരു ഉറപ്പായിട്ട് അതിന്റെ ഒരു മിസ്സിംഗ് ഉണ്ടാവും. മേലെ ഫാന് വരാൻ ആവശ്യമില്ല. അതെയാ? അപ്പൊ ഗൈസ് ഇങ്ങനെ ഈ പാറാൽ മുതൽ ഇവിടം വരെയുള്ള മരങ്ങളെ മുറിക്കാനുള്ള ഒരു ഉത്തരവില്ല അല്ലേ? ഓൾറെഡി മുറിഞ്ഞതാ. ഇതേ ബാക്കിയുള്ള അല്ലേ? ആദ്യമുള്ള മരം ഇതാലോ. ഇത് ബാക്കി ഇതിന് എന്താ ഇനി മരയില്ല. ലാസ്റ്റ് ഫസ്റ്റുള്ള മരം ഇത്. അതിന്റെ ശേഷം ബാക്കിയുള്ള മരങ്ങളെല്ലാം വന്നെന്നാ പറയുന്നത്. സുരേട്ടൻ പറഞ്ഞതാ. അതെയാ? സുരേട്ടൻ പറഞ്ഞ കാര്യമാണ്. ആദ്യം ഇതാകട്ടെ, അതിന് ശേഷം ബാക്കിയുള്ള മരങ്ങളെല്ലാം വന്ന് ബാക്കിയുള്ള അതെല്ലാം മുറിഞ്ഞ് അവസാനം ഇത് മുറിക്കുന്നത്. നമുക്കൊരു സ്ഥലത്ത് നിന്ന് കിട്ടിയതായി മരോ അന്നേരം പിടിച്ച് വേറൊരു മരം, ആൽമരത്തിന്റെ പോലത്തെ ചെറിയ മരം ഉണ്ട്, അതിന്റെ അടുത്ത് ഇത് വെച്ചോടുത്ത. അത് ശരി, അന്ന് വെച്ചോടുത്ത മരം ഇത്. അതാണ് പടർന്ന് പന്തളിച്ച് നല്ല തണൽ മരമായി മാറി. ഇപ്പൊ മുറിച്ചു മാറ്റി. അതിന്റെ ഏറ്റവും വലിയ ഒരുപാട് സങ്കടം. മൂപ്പര മുഖത്ത് ആ വിഷമം കാണുന്നുണ്ട്. ഇല്ല, എല്ലാവരുടെ മുഖത്തും വിഷമമുണ്ട് ഗൈസ്. മരമല്ലേ, തണലല്ലേ, എല്ലാം പോയില്ലേ, എന്ത് ചെയ്യാനാ? പക്ഷെ നിവൃത്തിയില്ല. 50 കൊല്ലം ഇനിയും വേണ്ട ഇതുപോലെയാണ് ഇപ്പൊ. അതെ. അപ്പൊ ഗൈസ് അതാണ് അന്നത്തെ സമയം.